ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 8-ാം തീയതി വ്യാഴാഴ്ച ദിവസം 1199 കർക്കിടക മാസം 24-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 17-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 6:40 നാളത്തെ തിഥി ചതുർത്ഥി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച രാത്രി 8:32 അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച രാത്രി 11:35. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്ര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കൂറിൽ ഉത്രം കാൽ എന്നറിയപ്പെടുന്നു. പിന്നീടുള്ള 3 പാദങ്ങൾ കന്നിക്കൂറിലാണ് ഉത്രം മുക്കാൽ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഉത്രം കാലിൻ്റെ സമയം ബുധനാഴ്ച രാത്രി 8:32 മുതൽ വ്യാഴാഴ്ച പുലർച്ചെ 2:32 AM എന്നുള്ള സമയം വരെയാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ഈ അധ്യായത്തിൽ പറയുന്ന അടുത്ത കാര്യം, നാളെ ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച ദിവസം അനുകൂലമായ ഫലങ്ങൾ ആരുടെയൊക്കെ ജീവിതത്തിൽ, ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. കാർത്തിക, രോഹിണി, ആയില്യം, പുണർദം, പൂരാടം, ഉത്രാടം, പൂരം, ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ, നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് ജ്യോതിഷം പറയുന്നു. കാർത്തിക, രോഹിണി, ആയില്യം, പുണർദം, പൂരാടം, ഉത്രാട, പൂരം, ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാമെന്ന് ജ്യോതിഷം പറയുന്നു. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് മകം, പൂയം, തിരുവാതിര എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ നാളുകാരായിട്ടുള്ള മകം, പൂയം, തിരുവാതിര നാളുകാരായിട്ടുള്ളവർ നാളത്തെ ദിവസം ശ്രദ്ധിക്കണം. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. ചതിവ് പറ്റാനോ ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടസാധ്യതകളോ തിക്താനുഭവങ്ങളോ ഒക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യമാണ്. വന്നു ചേരണമെന്ന് 100% ഉറപ്പില്ല, എങ്കിലും അകപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കണം എന്നുള്ളതാണ് ജ്യോതിഷം നൽകുന്ന മുന്നറിയിപ്പ്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. ഇനിയും നാളെ വ്യാഴാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്. ഒരുപാട് ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ജ്യോതിഷപരമായിട്ടുള്ള ശുഭസമയം അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അവർക്കായിട്ട് നാളത്തെ ശുഭസമയം പറഞ്ഞു തരാം. നാളെ രാവിലെ 6:18 മുതൽ 9:18 വരെ ശുഭസമയമാണ്. പിന്നീട് 10:48 മുതൽ ഉച്ചകഴിഞ്ഞ് 1:48 വരെ ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ ജീവിതത്തിൽ വിജയമുണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് ഈ സമയം ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ, ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നവർ, അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർ, ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ശുഭസമയം നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയമുണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. ഇനിയും ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 8 ആണ്. ഏതൊരു മാസത്തെയും 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ 17, 26 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 8 വരും. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരാൻ സാധ്യതയുള്ളത് എന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. നിരാശപ്പെടാതെ അതിൻ്റെ പരിഹാരം കേൾക്കുക. സംഖ്യാ ജ്യോതിഷം പറയുന്ന പരിഹാരം, നാളത്തെ ദിവസം നിങ്ങളുടെ പേരിൽ FP എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കടും നീല, കടും പച്ച, മഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ, നല്ല അനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്നൊരു ദിവസമായിരിക്കുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ FP എന്നീ അക്ഷരങ്ങളില്ലെങ്കിൽ കടും നീല, കടും പച്ച, മഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അപ്പോൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ FP ഉള്ളവർക്ക് ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് പറയുന്നത്. ജ്യോതിഷത്തിൽ ഫലം പറയുന്നത് ഏറ്റവും നല്ല ഫലത്തിന് ഉത്തമമെന്നും മധ്യഫലത്തിന് മധ്യമമെന്നും മോശമായതിനെ അധമമെന്നുമാണ് പറയുന്നത്. അപ്പോൾ സൂപ്പർ ഡിഗ്രിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉത്തമമായ ഫലങ്ങൾ FP എന്നീ അക്ഷരങ്ങളുള്ളവർക്ക് കടുനീല, പച്ച, മഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉന്നമനം ഉണ്ടാകുന്നതിന് വേണ്ടി ജ്യോതിഷം എന്ന ശാസ്ത്രത്തിൻ്റെ അറിവുകൾ, നല്ല അറിവുകൾ പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിയാണ്. മുടങ്ങാതെ കേൾക്കുക, കാണുക. ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുക. പുറകോട്ട് പോകുവാൻ ജ്യോതിഷം ആരെയും അനുവദിക്കത്തില്ല. ജ്യോതിഷം ഒപ്പത്തിനൊപ്പമുണ്ട്, കൂടെയുണ്ട്. അപ്പോൾ കൂടെ നിൽക്കുന്ന മനുഷ്യൻ്റെ ജീവിത പുരോഗതിക്ക് വേണ്ടി അറിവുകൾ പറഞ്ഞു നൽകുന്ന, പകർന്നു നൽകുന്ന ഒരു ശാസ്ത്രശാഖയാണ് ജ്യോതിഷം. പലരും ഇതിനെ മറച്ചു പിടിച്ചാണ് ഇതിനെ അറിയുന്നതും അല്ലെങ്കിൽ സ്വീകരിക്കുന്നതൊക്കെ. അതിൻ്റെ ആവശ്യമില്ല. ഇതൊരു ശാസ്ത്രമാണ്.
നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത് ഉണ്ടായ ശാസ്ത്രമാണ്, ഇപ്പോഴും നിലനിൽക്കുന്നു. സത്യമായിട്ടുള്ളത് മാത്രമേ നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കുകയുള്ളൂ, അല്ലാത്തതൊന്നും നിലനിൽക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം എന്നത് നാളെക്കുറിച്ചുള്ളൊരു അറിവാണ്. നാളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുവാൻ ഈ ജ്യോതിഷത്തിന് മാത്രമേ കഴിയുള്ളൂ. വേറെ ഒരു ശാസ്ത്രത്തിനും നമ്മുടെ നാളത്തെ അനുഭവം എങ്ങനെയാണെന്ന് ഒരു മനുഷ്യനോടും പറയുവാൻ കഴിയത്തില്ല. ശാസ്ത്രം, ജ്യോതിഷം എന്ന ശാസ്ത്രത്തിന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയുവാൻ കഴിയുന്നത്. മനുഷ്യൻ്റെ ജീവിതാവസ്ഥകൾ, ആ ഓരോ അവസ്ഥകളിൽ മേലുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് ഈ ജ്യോതിഷം എന്ന ശാസ്ത്രശാഖയാണ്. അപ്പോൾ അത് കേട്ടാൽ എന്താണ് നേട്ടമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ പറ്റും. ജീവിതത്തെ ക്രമീകരിച്ച് അടുക്കും ചിട്ടയോടും കൂടി അതിനെ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഒരു അടുക്കും ചിട്ടയും വരുത്തുവാൻ, ഒരു ക്രമീകരണം വരുത്തുവാൻ, അപ്പോൾ ഈ ജ്യോതിഷത്തിൻ്റെ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. വ്യാഴത്തിൻ്റെ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അപ്പോൾ വ്യാഴം ഇവരുടെ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് ധനത്തെ കൊടുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചോളം ഇവർക്കിപ്പം വലിയ ധനനേട്ടമൊന്നും ഈ വ്യാഴം വന്നേ പിന്നെ ഉണ്ടായിട്ടില്ല. അതിന് ചില കാര്യങ്ങളുണ്ട്, ചില സൈഡ് എഫക്റ്റുകളുണ്ട്, പാർശ്വഫലങ്ങളുണ്ട്. വ്യാഴം തനിച്ചല്ല, വ്യാഴത്തിൻ്റെ കൂടെ കുറേ ഗ്രഹങ്ങൾ ഇങ്ങനെ കൂടെ വന്ന് അവരെല്ലാം കുറേ മറികടന്ന് പോയി. ഇപ്പോൾ ഒരു ഗ്രഹം കൂടെ നിൽക്കുന്നു, കുജൻ എന്ന് പറയുന്ന ഗ്രഹം കൂടെ നിൽക്കുന്നു. അതും കൂടെ മാറിക്കഴിഞ്ഞാൽ പിന്നെ മേടക്കൂറുകാർക്കൊക്കെ ധനം ഇങ്ങനെ വന്നു ചേരും, ഇവരെ തേടി വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് അവരൊക്കെ വരാൻ പോവുകയാണ്. ഓഗസ്റ്റ് മാസം 26-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഇവരെ തേടി ധനം വരും. ഇപ്പോൾ ഇവർ ധനം തേടി നടക്കുകയാണ്, ഇനി ഇവരെ തേടി വരാൻ പോവുകയാണ്. അപ്പോൾ നാളത്തെ ദിവസർക്ക് ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ അനുകൂലമായി വരും. അതുപോലെ തന്നെ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കിട്ടും. കടബാധികളാൽ ഭാരപ്പെടുന്നവർക്ക് കടം വീട്ടിയെടുക്കാനൊക്കെ പറ്റും. അങ്ങനെ ഒരു ആശ്വാസം ലഭിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചോളം. അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം എല്ലാം കൊണ്ടും ഒരു നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് അവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് വ്യാഴം. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം നേട്ടങ്ങൾ വരാം. പക്ഷെങ്കിൽ ഈ നേട്ടങ്ങളൊക്കെ രാവിലെ അല്ലെങ്കിൽ ഉച്ചവരെ അല്ലെങ്കിൽ 3 മണി 4 മണി വരെ കിട്ടുന്ന നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ ചിലപ്പം അത് സന്ധ്യയാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. കാരണം ഇവരുടെ 12-ാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ് വ്യാഴം, നഷ്ടഭാവത്തിൻ്റെ അധിപനും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ട്. എങ്കിലും ആശ്വസിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ആൺമക്കൾ മുഖേന നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. കാരണം വ്യാഴം അവരുടെ ജന്മഭാവത്തിൽ നിന്നുകൊണ്ട് 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ പുത്രഭാഗ്യം, ആൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. ആൺമക്കളൊക്കെ ഇന്ന് അച്ഛ പിടിച്ചു, അല്ലെ ഇന്ന് അമ്മ ഇരിക്കട്ടെ എന്നും പറഞ്ഞൊരു 100 രൂപ കൊണ്ട് കൊടുക്കുന്ന ദിവസമായിരിക്കും നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇവർക്ക് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളെ ഭാരപ്പെടുന്നവർക്ക് നാളത്തെ ദിവസം ഒരു ആശ്വാസം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഭാഗ്യകരമായ അനുഭവങ്ങളും അവരെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പം ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടി ഇടവക്കൂറുകാർ കടന്നു പോകുന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറുകാരെ സംബന്ധിച്ചുള്ള അവരുടെ 12-ാം ഭാവത്തിലാണ് ഈ വ്യാഴം നിൽക്കുന്നത്. വ്യാഴം ഇവരുടെ ആരാണ്? വ്യാഴം ഇവരുടെ 7-ാം ഭാവത്തിൻ്റെ അധിപനാണ്. 10-ാം ഭാവത്തിൻ്റെ അധിപനാണ്. തൊഴിൽ ഭാവത്തിൻ്റെയും ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെയും അധിപനായ ഗ്രഹം 12-ാം ഭാവത്തിൽ നഷ്ടഭാവത്തിൽ വന്നു നിൽക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമോ? ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിനോ കലഹത്തിനോ സാധ്യതയുണ്ട്. തൊഴിൽപരമായുള്ള നഷ്ടം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ തിക്താനുഭവങ്ങൾക്കാണ് കൂടുതൽ സാധ്യത. ഇനി നാളത്തെ ദിവസം ഈ പറഞ്ഞ തിക്താനുഭവങ്ങൾക്കൊന്നും വന്നില്ലെങ്കിൽ അവരുടെ ദശാകാലത്തിൻ്റെ മേന്മ കൊണ്ടാണെന്നുള്ള അവർ മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം അവർ ജനിച്ച സമയത്ത് നല്ല അനുകൂലമായ ഭാവത്തിൽ നിന്ന് നല്ല ഫലത്തെ കൊടുക്കുന്ന ഗ്രഹമായിട്ടാണ് അവരുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നാളത്തെ ദിവസം തിക്താനുഭവങ്ങളൊന്നും വരത്തില്ല. അല്ലാത്തവർക്ക് നാളത്തെ ദിവസം 12-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നഷ്ടത്തെ കൊടുക്കും, ജോലിയില്ലാതെ ഭാരപ്പെടും, ധനത്തിന് ബുദ്ധിമുട്ടും, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള തിക്താനുഭവങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ ഇവർക്ക് വന്നിരുന്നൊരു ദിവസമാണെന്നുള്ളത് മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല ഭൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവരിപ്പോൾ ധനം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ്. നാളത്തെ ദിവസം അവരുടെ കയ്യിൽ പണം കാണും. അങ്ങനെ ഒരു ദിവസമാണ് നാളത്തെ ദിവസം. കാരണം അവരുടെ 11-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഭാഗ്യാധിപനാണ് വ്യാഴം.
അപ്പോൾ ഭാഗ്യത്തെ കൊടുക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ ഈ വ്യാഴം അവർക്ക് രോഗത്തെയും ദുഃഖത്തെയും കടബാധ്യതകളെയും കൊടുക്കുന്ന ഗ്രഹവുമാണ്. പക്ഷെങ്കിൽ ഈ നാളുകാരെ സംബന്ധിച്ചോളം ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ കയ്യിൽ കുറേ പൈസ കിട്ടിയാൽ ഇവർ ഈ കടം വീടാൻ ശ്രമിക്കത്തുമില്ല. ആ പണം ഇവർ എന്തു ചെയ്യും? ഇവർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. ഇവർ ഒരു നിധി പോലെ ഇവർ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അത് തക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. ഇവരിപ്പോൾ മാനസികമായി ഉള്ള ഒരു വ്യത, അത് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് ഇവർ പലരും മാനസികമായിട്ടുള്ള ഒരു സമ്മിശ്രമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഈ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ ധനമുണ്ട്, ധനം ലാഭമായിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് ചെലവഴിക്കാതെ അല്ലെങ്കിൽ അതിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടി എന്ത് ചെയ്യണം, കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നുള്ളൊരു മനോഭാവത്തിൽ കൂടി പോകുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനുഭവമാണ് കർക്കിടകക്കുറുകാർക്കുള്ളത്. അവർക്ക് കുടുംബത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്, ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യമാണ്, തൊഴിൽ ഗുണമുണ്ട്, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അവരെ ഒരുപാട് അലട്ടുന്നുണ്ട്. അപ്പോൾ അവർ രോഗാവസ്ഥയിൽ കൂടി കടന്നും പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇവർക്കുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. അവരുടെ 4-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനും ചേർന്ന് 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. രാജയോഗമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ രാജയോഗ തുല്യമായ അനുഭവങ്ങളാണ് ചിങ്ങക്കുറുകാർക്ക് നാളത്തെ ദിവസം വന്നു ചേരുക. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ, മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ, അതുപോലെ തന്നെ കാര്യവിജയം, ഔദ്യോഗിക തലത്തിലിരിക്കുന്നവർക്ക് ഭരണ കാര്യങ്ങളിലൊക്കെ ഉള്ളൊരു നേട്ടം, സർക്കാർ മുഖേനയുള്ള നേട്ടം, അങ്ങനെ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ചിങ്ങക്കുറുകാർക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഇനി അങ്ങനെ വരാത്തവരുണ്ടെങ്കിൽ നാളത്തെ ദിവസം അവരുടെ ദശാകാലം വളരെ മോശമായൊരവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക. ഇനി കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെക്കുറിച്ച് നാളത്തെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ഭാഗ്യഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം ഇവരുടെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ഈ വ്യാഴം ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഇവർക്ക് അഷ്ടമത്തിലായിരുന്നു, ഇപ്രാവശ്യം ഇവർക്ക് ഭാഗ്യഭാവത്തിലാണ്. എന്നാൽ ഭാഗ്യം ഇവർക്ക് വരുന്നില്ല. എന്താണ് കാരണം? ഭാഗ്യം വരാത്തതിൻ്റെ കാരണം ഇവരുടെ അഷ്ടമാധിപൻ കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അഷ്ടമാധിപൻ ഓഗസ്റ്റ് മാസം 26-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഭാഗ്യം ഇവരുടെ കൂടെ വരും, ഇവരെ തേടി ഭാഗ്യം വരും. ഇപ്പോൾ ഇവർ ഭാഗ്യം തേടി നടക്കുന്ന സമയമാണ്. ലോട്ടറിയൊക്കെ എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കിട്ടുന്നില്ല. പക്ഷേങ്കിൽ ഭാഗ്യം ഇവരെ തേടി ഓഗസ്റ്റ് 26 കഴിയുമ്പോൾ വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടി ഇപ്പം നാളത്തെ ദിവസം ഇവർക്ക് സമ്മിശ്രമായ ഏറെക്കുറെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വലിയ പ്രശ്നങ്ങളിലൊക്കെ ചാടാൻ സാധ്യതയുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടാൻ നാളത്തെ ദിവസം സഹായിക്കും എന്നുള്ളതാണ് വ്യാഴം ഇവർക്ക് കൊടുക്കുന്ന ഫലം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ചുള്ള അവരുടെ അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം കന്നിക്കൂറുകാർക്ക് അഷ്ടമത്തിലായിരുന്നു, അവർ ഒത്തിരി അനുഭവിച്ചു. ഇപ്രാവശ്യം തുലാക്കൂറുകാരാണ് അനുഭവിക്കുന്നത്. പോരാഞ്ഞിട്ട് തുലാക്കൂറുകാർക്ക് ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന മറ്റൊരു ഗ്രഹമാണ് അവരുടെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനായ കുജൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. കുജൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിന്നാൽ വ്യാഴത്തിനെക്കാട്ടും കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് ഈ കുജൻ എന്ന് പറയുന്ന ഗ്രഹം, അതായത് ഇവരുടെ 2-ാം ഭാവത്തിൻ്റെ അധിപനാണ്. തുലാക്കൂറുകാരുടെ 2-ാം ഭാവത്തിൻ്റെ, കുടുംബഭാവത്തിൻ്റെ, ധനഭാവത്തിൻ്റെ അധിപനാണ്. ആ ഗ്രഹം അഷ്ടമത്തിൽ നിന്നാൽ കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാകും, ധനസ്ഥിതി മോശമാകും, ദാമ്പത്യ ജീവിത ആകെ പ്രശ്നമാകും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം വിജയിക്കത്തില്ല. ഇനി അവർ തമ്മിൽ പരസ്പരം വഴക്കുണ്ടായില്ലെങ്കിൽ പോലും, സംശയിച്ചില്ലെങ്കിൽ പോലും, സംശയരോഗം ഉണ്ടായില്ലെങ്കിൽ പോലും വേറെ ഏതെങ്കിലും വിധത്തിലുള്ള രോഗം വന്ന് അവർക്ക് ഓപ്പറേഷൻ വരെ വേണ്ടി വരും. കാരണം ഈ കുജൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ചോര കാണണം, രക്തം കാണണം. അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ വരെ ചെയ്യിക്കാൻ സാധ്യതയുണ്ട് ഈ തുലാക്കൂറുകാർക്ക്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തുലാക്കൂറുകാർ കടന്നു പോകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം ദൈവാനുഗ്രഹമുള്ളവർക്ക് നാളത്തെ ദിവസം ഏറെക്കുറെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്നുള്ളത് വ്യാഴത്തെ ഈശ്വരനായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഈശ്വരാനുഗ്രഹം ജനിച്ച സമയത്തുള്ളവർക്ക് നാളത്തെ ദിവസം ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറുകാരുടെ കാര്യമാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖാലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ 2-ാം ഭാവത്തിൻ്റെ അധിപനും 5-ാം ഭാവത്തിൻ്റെ അധിപനുമായ വ്യാഴമാണ് ഇവർ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. കേന്ദ്രഭാവത്തിലാണ് നിൽക്കുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ ആ കേന്ദ്രഭാവത്തിൽ നിന്നിട്ട് പോലും വൃശ്ചികക്കൂറുകാർക്ക് ഇപ്പം ധനം തികയാത്ത അവസ്ഥയാണ്. പലരും ഒരു കാര്യം പോലും നടത്തിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വ്യാഴമെന്ന് പറയുന്നൊരു ശുഭഗ്രഹം ഞങ്ങൾക്ക് ഇത്രയും കേന്ദ്രഭാവത്തിൽ നിന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നേട്ടങ്ങൾ വരാത്തത്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, ഞങ്ങൾക്ക് കടം കൊടുക്കാനുണ്ട്, ഒന്നും പറ്റുന്നില്ല, എന്താണ് കാരണം?
ആ വ്യാഴത്തിൻ്റെ കൂടെ ആര് നിൽക്കുന്നു? ഇവരുടെ 6-ാം ഭാവത്തിൻ്റെ അധിപൻ. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ രോഗം, കടം, ദുഃഖം, അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളുടെ ഒരു ഭാവമാണ്. ആ ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ് നിൽക്കുന്നത്. ആ ഭാവത്തിൻ്റെ അധിപൻ ഈ ഓഗസ്റ്റ് മാസം 26-ാം തീയതി വ്യാഴത്തിൻ്റെ കൂടെ നിന്നങ്ങ് മാറിപ്പോകും. പിന്നെ പോയിട്ട് വ്യാഴം ഒറ്റയ്ക്കാണ്. വ്യാഴം ഇവരെ തേടി വരും. ഇവർക്ക് ഇവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കും. ഇവർക്ക് ധനം വന്നു ചേരും. ഇവർക്ക് ദാമ്പത്യ വിജയം ഉണ്ടാവും. ഇവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറും. ധനപരമായുള്ള സ്ഥിതി മാറും. പിന്നെ ഇവരെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ലാത്ത, നമ്മളെ ഒന്നും കണ്ടാൽ മൈൻഡ് ചെയ്യില്ലാത്തൊരു അവസ്ഥ കൂടി ഇവരങ്ങ് പോകും. അപ്പോൾ ഇവരെയൊക്കെ തേടി വ്യാഴം വരാൻ പോവാണ്. ഇപ്പോൾ ഇവർ ധനത്തെ തേടി നടക്കുന്ന സമയമാണ്. ഇനി ഇവരെയൊക്കെ തേടി വരാൻ പോകുന്നൊരു കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവമായിരിക്കും. ഇപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് വലിയ നേട്ടങ്ങളൊന്നും വന്നില്ലെങ്കിൽ പോലും ഓഗസ്റ്റ് 26 കഴിഞ്ഞാൽ പിന്നെ ഈ വൃശ്ചികക്കുറുകാർക്കൊക്കെ നല്ല നേട്ടത്തിൻ്റെ കാലമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും 4-ാം ഭാവത്തിൻ്റെ അധിപനുമായ വ്യാഴം 6-ാം ഭാവത്തിലാണ് നിൽക്കുന്ന. ഒരു ശുഭഗ്രഹത്തിന് പറ്റിയ സ്ഥാനമല്ല 6-ാം ഭാവം. 6-ാം ഭാവം പാപഗ്രഹത്തിന് പറ്റിയ സ്ഥാനമാണ്. പക്ഷെങ്കിൽ അവിടെ പോയി നിൽക്കുന്നു. അപ്പോൾ 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പേ പറഞ്ഞല്ലോ, രോഗം, ദുഃഖം, കടം, പ്രയാസം, പ്രതികൂലങ്ങളുടെ ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ശുഭഗ്രഹം നിന്നാൽ പ്രതികൂലങ്ങളെ കൊടുക്കുമോ? ശുഭഗ്രഹം നിന്നാൽ പ്രതികൂലങ്ങളെ കൊടുക്കും എന്നാണോ പറയേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല. വലിയ പ്രതികൂലങ്ങളൊന്നും കൊടുക്കത്തില്ല. അതേ സമയത്ത് ചെറിയ രീതിയിലുള്ള ദോഷങ്ങളും തട്ടുകേടുകളും ഒക്കെ അവർക്ക് വന്നു ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. വലിയ കാര്യമായുള്ള ദോഷങ്ങളൊന്നും അവിടെ വന്നു ചേരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടിയായിരിക്കും ഈ നാളുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ഒക്കെ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണെങ്കിലും കാര്യമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമല്ല. വീട്, വസ്തുവാഹനം, ഭൂമി എന്നത് സംബന്ധിച്ചുള്ള കടബാധകളിൽ കൂടി പലരും കടന്നു പോകും. ചിലർക്ക് കടം വീടിയെടുക്കുവാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ധനുക്കുറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ചു. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെക്കുറിച്ച് നാളത്തെ ദിവസം അവരുടെ 12-ാം ഭാവാധിപനും 3-ാം ഭാവാധിപനുമായ വ്യാഴം 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ കാര്യഭാവം, കാര്യവിജയഭാവം. അവിടെ പോയി വ്യാഴം നിന്നിട്ട് എന്താണ് കാര്യവിജയം ഈ മകരക്കുറുകാർക്കുണ്ടാകുന്നുണ്ടോ? ഉത്രാടം, മുക്കാൽ നാളുകാർക്കുണ്ടാകുന്നുണ്ടോ? അതുപോലെ തന്നെ അവർക്ക് ഔട്ടൻ 2 പാദം നാളുകാർക്കുണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ അവർ വളരെ മോശമായ പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്ന സമയം. അവർക്ക് രോഗം, ദുഃഖം, പ്രയാസം, കടബാധകളാലൊക്കെ ഭാരപ്പെടുന്നൊരു സമയമാണ്. അവരുടെ അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് ഇച്ചിരി പ്രതിസന്ധിയിൽ കൂടിയാണ് പലരും, രോഗാവസ്ഥയിൽ കൂടിയൊക്കെയാണ് പലരും കടന്നു പോകുന്ന സമയം. എങ്കിലും നാളത്തെ ദിവസം ഇവർക്ക് ഏറെക്കുറെ ആശ്വസിക്കാവുന്നൊരു ദിവസമാണ്. ഇവരുടെ രോഗങ്ങളെല്ലാം മാറിപ്പോകും. രോഗസൗഖ്യം ഉണ്ടാകും. അതാണ് നാളത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവർ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം ഒരു ആശ്വാസം ഉണ്ടാകും. ദൈവികമായ ആശ്വാസം, ഈശ്വരാനുഗ്രഹം അവർക്ക് വന്നിരുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ, കുടുംബസുഖം, ധനപരമായ നേട്ടം ഒക്കെ അത്യാവശ്യം നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം മകരക്കുറുകാർക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ്. വ്യാഴം 12-ാം ഭാവാധിപനാണെങ്കിൽ പോലും വലിയ കാര്യമായ നഷ്ടത്തെ അവർക്ക് കൊടുക്കുകയില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വ്യാഴം നിൽക്കുന്നത് 5-ാം ഭാവത്തിലാണ്. ഇവരുടെ അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുന്നു. അപ്പോൾ ഈ അഷ്ടമത്തിൽ നിൽക്കുന്നത് ബുധനും ശുക്രനുമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവത്തിൽ ഈ ബുധനും ശുക്രനും നിൽക്കുന്നതുകൊണ്ട് നാളത്തെ ദിവസം ഈ മകരക്കുറുകാർക്ക് വലിയ തട്ടുകേടുകളൊന്നും വരുന്നൊരു ദിവസമല്ല. നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ 4-ാം ഭാവത്തിലാണ്, കേന്ദ്രഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ കൂടെ അവരുടെ 3-ാം ഭാവത്തിൻ്റെ അധിപനുമുണ്ട്. 3-ാം ഭാവത്തിൻ്റെ അധിപൻ 4-ൽ പോയി നിന്നാൽ ശരിയല്ല, എങ്കിലും 4-ാം ഭാവാധിപനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് അത്ര നല്ലതല്ല എങ്കിൽ പോലും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവർക്ക് ഗുണകരമാണ്. പക്ഷെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങളൊക്കെ ഇവർ ശത്രുക്കളാകും. അതായത് ഇവർ അവരോട് ശത്രുത കാണിക്കും. അങ്ങനെയുള്ളൊരു അനുഭവമാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള സ്ഥിതി ഇവർക്ക് അനുകൂലമാണ്. നേട്ടങ്ങളുടെ സമയമാണ്. തൊഴിൽ ഗുണമൊക്കെ ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു. സൗഭാഗ്യകരമായ ഒരു സമയമാണിപ്പോൾ. വ്യാഴം 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. പക്ഷെങ്കിൽ ഇവർക്ക് ശനി ജന്മത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഇച്ചിരി തട്ടുകേടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം ശനി ഒരു ദോഷവും ചെയ്യത്തില്ല. കാരണം വ്യാഴവും ശനിയും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഗ്രഹങ്ങളാണ്. അപ്പോൾ നാളത്തെ ദിവസം ദോഷമൊന്നും വരത്തില്ല. നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ തന്നെ നാളത്തെ ദിവസം കുംഭക്കുറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഓഗസ്റ്റ് 26 കഴിഞ്ഞാൽ ഇവരുടെ 4-ാം ഭാവത്തിൽ ഈ വ്യാഴം തന്നെയാണ് നിൽക്കുന്നത്.
വ്യാഴം തന്നെയാണ് നിൽക്കുന്നത്. വ്യാഴം തന്നെ നിന്നാൽ ഇവർ വീട്, വസ്തു, വാഹനം, പുതിയ വീട്, പുതിയ വസ്തു, പുതിയ വാഹനം ഒക്കെ വാങ്ങിക്കുവാൻ ഈ കുംഭക്കുറുകാർക്ക് കഴിയുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് 26 പിന്നെ ഇവർക്കൊക്കെ നല്ല സമയം തെളിയുകയാണ്. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് അവിടെ 3-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അലസത, കാര്യപ്രാപ്തിക്കുറവ്, കഷ്ടത, പ്രയാസം, പ്രതിസന്ധികളൊക്കെ കൊടുക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാർക്ക് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല. സ്ഥിരജോലി, സ്ഥിര വരുമാനമുള്ളവർക്ക് അവർക്ക് അതിൻ്റേതായ രീതിയിൽ അവരുടെ ജീവിതം അങ്ങ് പോകും. അല്ലാത്തവർക്ക് നാളത്തെ ദിവസം വ്യാഴത്തെ കൊണ്ട് കാര്യമായ നേട്ടമൊന്നും വന്നു ചേരത്തില്ല. ചന്ദ്രനാകട്ടെ നാളത്തെ ദിവസം കാര്യമായ ഒരു അനുഭവം ഇവർക്ക് കൊടുക്കത്തില്ല. ചന്ദ്രൻ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത് പോലും. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ രോഗത്തെയാണ് കൊടുക്കുന്നത്, കഷ്ടത്തെയാണ്, കടബാധ്യതയാണ്, പ്രശ്നത്തെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് വലിയ മെച്ചമായ ഒരു അനുഭവം വന്നു ചേരത്തില്ല. ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ പിന്നെ ഏറെക്കുറെ ഒരു ആശ്വാസം കിട്ടിയേനെ. പക്ഷേ അത്രമേൽ ചന്ദ്രന് ബലമില്ല. വ്യാഴമാണ് നാളെ ഇവർക്ക് ഫലം കൊടുക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഈ കുറുകാരെ സംബന്ധിച്ച് അലസത, കാര്യപ്രാപ്തിക്കുറവ്, ധനനഷ്ടം, അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി, ഭരണാധികാരികൾ അവരുടെ ഭരണ സാമർഥ്യം ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്ന ഒരു ദിവസമാണ്. ഗവൺമെൻറ്റിൻ്റെ നല്ല അനുഭവങ്ങൾ, നല്ല വാഗ്ദാനങ്ങളൊക്കെ ജനങ്ങൾക്ക് ലഭിക്കുന്നൊരു ദിവസമാണ്. ധനപരമായുള്ള നേട്ടമൊക്കെ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ, അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ടാകുന്ന, ധനപരമായും ഭരണകാര്യങ്ങളിൽ കൂടിയൊക്കെ ബന്ധമുണ്ടാകുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. തിക്താനുഭവങ്ങളൊന്നും നാളത്തെ ദിവസം നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം കടന്നു പോവുക. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.